ആലുവയ്ക്കടുത്തുള്ള ബിനാനിപുരം എന്ന ഗ്രാമം. നേരം വെളുത്തു വരുന്നതേയുള്ളൂ. പാടവരമ്പിലൂടെ നടന്നു വരികയായിരുന്ന രാഘവൻ എന്ന കർഷക തൊഴിലാളി തോട്ടിലെ പായലിൽ ഒരു ചാക്കുകെട്ട് തങ്ങി നിൽക്കുന്നത് കണ്ടു. അയാൾ തോട്ടിലേക്ക് ഇറങ്ങി ആ ചാക്കുകെട്ട് കരയിലേക്ക് വലിച്ചടുപ്പിച്ചു. ചാക്കുകെട്ടിൻ്റെ വായറ്റം ഒരു ടെലിഫോൺ കേബിൾ കൊണ്ട് മുറുകെ കെട്ടിയിരുന്നു. അയാൾ ആ കെട്ടഴിച്ചു. കെട്ടഴിഞ്ഞപ്പോഴേക്കും വെള്ളിപ്പാദസരങ്ങളിട്ട 2 കാലുകൾ പുറത്തേക്ക് തള്ളി വന്നു. പേടിച്ചരണ്ട രാഘവൻ ഉറക്കെ നിലവിളിച്ചു. നിലവിളി കേട്ട ആളുകൾ ഓടിക്കൂടി. വിവരമറിഞ്ഞ് ബിനാനിപുരം പോലീസും സ്ഥലത്തെത്തി. കൈകാലുകൾ മടക്കി ചാക്കിനുള്ളിലേക്ക് കുത്തിക്കയറ്റി വെച്ചിരുന്ന മൃതദേഹം പോലീസ് പുറത്തേക്കെടുത്തു. പരിപൂർണ നഗ്നയായ ഒരു യുവതിയുടെ മൃതദേഹമായിരുന്നു അത്. കാലിലെ വെള്ളി പാദസരങ്ങൾ ഒഴിച്ചാൽ മറ്റൊരാഭരണവും അവളുടെ ശരീരത്തിലുണ്ടായിരുന്നില്ല. ചാക്കിനുള്ളിൽ മൃതദേഹത്തോടൊപ്പം ഒരു അരകല്ലും ഉണ്ടായിരുന്നു. മൃതദേഹമാകട്ടെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത തരത്തിൽ അഴുകിയുമിരുന്നു. എറണാകുളം താലൂക്ക് ആശുപത്രിയിലെ പോലീസ് സർജൻ ഡോക്ടർ സതീഷ് ബാബു സ്ഥലത്തെത്തി പോസ്റ്റ്മോർട്ടം നടത്തി. 18നും 20നും ഇടയ്ക്ക് പ്രായമുള്ള ഒരു പെൺകുട്ടിയുടേതാണ് മൃതദേഹം എന്ന് അദ്ദേഹം കണ്ടെത്തി. പക്ഷെ പെൺകുട്ടിയെ തിരിച്ചറിയാൻ ഉതകുന്ന യാതൊന്നും മൃതദേഹത്തിൽ നിന്ന് കിട്ടിയില്ല. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതദേഹം തൊട്ടടുത്തുള്ള ഒരു പുറമ്പോക്കിൽ മറവു ചെയ്യുകയും ചെയ്തു. തലക്കേറ്റ ക്ഷതവും അത് കാരണമുണ്ടായ രക്തസ്രാവവുമാണ് മരണകാരണം എന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞത്. മുഖം അഴുകിപ്പോയതുകൊണ്ട് ഫോട്ടോ എടുത്ത് പത്രത്തിൽ പരസ്യപ്പെടുത്തിയാലും ഫലമുണ്ടാകില്ല. ആലുവ സർക്കിളിൽ ഉൾപ്പെടുന്ന ഒരു പോലീസ് സ്റ്റേഷനുകളിലും ഇത്തരത്തിലൊരു പെൺകുട്ടിയെ കാണാതായി എന്നുള്ള പരാതി കിട്ടിയിരുന്നുമില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായതുമില്ല. മാസം 1 കഴിഞ്ഞു. പക്ഷേ ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും പോലീസിന് കിട്ടിയില്ല. അന്ന് എറണാകുളം ക്രൈംബ്രാഞ്ച് DYSP ആയിരുന്ന ഗോകുലിന് ഒരു രഹസ്യ വിവരം കിട്ടുന്നു. സംഭവം നടന്ന ബിനാനിപുരത്തിന് 10 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു പെൺകുട്ടിയെയാണ് കൊലപ്പെടുത്തി ചാക്കിൽ കെട്ടി തോട്ടിൽ തള്ളിയത് എന്നായിരുന്നു DYSPക്ക് കിട്ടിയ വിവരം. വിധവയായ അമ്മയോടൊപ്പം താമസിച്ചിരുന്ന അവൾ ഒരു ലൈംഗിക തൊഴിലാളിയായിരുന്നു എന്നും കഴിഞ്ഞ 1 മാസമായി അവളെ കാണാനില്ലെന്നും ആ രഹസ്യ വിവരത്തിലുണ്ടായിരുന്നു. ഇത് ആ പെൺകുട്ടിയാണെന്ന് എന്തുകൊണ്ടോ DYSPക്ക് തോന്നി. അദ്ദേഹം നടത്തിയ കൂടുതൽ അന്വേഷണത്തിൽ അവൾക്ക് ആലുവയ്ക്കടുത്തുള്ള ചിലരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് മനസ്സിലായി. DYSP ഗോകുൽ നേരെ ആ പെൺകുട്ടിയുടെ വീട്ടിലെത്തി അവളുടെ അമ്മയെ കണ്ടു. അവരുടെ ഒരേ ഒരു മകളായിരുന്നു മിനി എന്ന പെൺകുട്ടി. അവൾക്ക് 10 വയസ്സുള്ളപ്പോഴാണ് അവളുടെ അച്ഛൻ ഒരു അപകടത്തിൽപ്പെട്ട് മരിക്കുന്നത്. പിന്നെ വീട്ടുജോലി ചെയ്താണ് ഇവർ മകളെ വളർത്തിയത്. 8ാം ക്ലാസ് വരെ മാത്രമേ അവൾ പഠിച്ചുള്ളൂ. പിന്നീട് ആലുവയിലെ ഏതോ ഒരു സൂപ്പർ മാർക്കറ്റിൽ അവൾക്ക് ജോലി കിട്ടി അങ്ങോട്ട് പോയി. മകൾ ഒരു ദുർനടപ്പുകാരിയാണെന്ന് ആ പാവം അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. ഇടയ്ക്കിടെ അവൾ 2-3 ദിവസം യാത്ര പോകും. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കാണ് യാത്ര എന്നാണ് അവൾ അമ്മയോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അവൾ പോയിട്ട് 1 മാസമാകാൻ പോകുന്നു. അത് പതിവില്ലാത്തതാണ്. 2 ദിവസം കൂടി നോക്കിയിട്ട് മകൾ മടങ്ങി വന്നില്ലെങ്കിൽ പോലീസിൽ വിവരമറിയിക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു എന്നാണ് അമ്മ പോലീസിനോട് പറഞ്ഞത്. ഏതായാലും മിനിയുടെ ഒരു ഫോട്ടോയും വാങ്ങി DYSP തിരിച്ചു പോന്നു. അമ്മയിൽ നിന്നുള്ള വിവരങ്ങളെല്ലാം കൂടി കേട്ടപ്പോൾ കൊല്ലപ്പെട്ടത് മിനിയാണെന്ന് തന്നെ അദ്ദേഹം ഏകദേശം ഉറപ്പാക്കി. DYSP ഗോകുൽ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സിലെത്തി IG സത്താർ കുഞ്ഞിനെ കാര്യങ്ങൾ ധരിപ്പിച്ചു. വിവരങ്ങൾ കേട്ട IG ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ B ഉമാദത്തിനുമായി ആലോചിച്ചു. കാരണം അഴുകി മുഖം തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ കണ്ട മൃതദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടണമെങ്കിൽ ശാസ്ത്രീയമായി തന്നെ പരിശോധിക്കണം. അല്ലാതെ സാക്ഷിമൊഴികൾ കൊണ്ടോ മറ്റെന്തെങ്കിലും തെളിവുകൾ കൊണ്ടോ കണ്ടെത്താൻ കഴിയില്ല. മിനിയുടെ ഫോട്ടോ കിട്ടിയതുകൊണ്ട് മൃതദേഹം പുറത്തെടുത്ത് തലയോടിൽ ഫോട്ടോഗ്രാഫിക് സൂപ്പർ ഇമ്പോസിഷൻ ചെയ്യാമെന്നുള്ള നിർദ്ദേശം ഡോക്ടർ ഉമാദത്തൻ മുന്നോട്ട് വെച്ചു. ക്രൈംബ്രാഞ്ച് IG DGPയെ വിവരം ധരിപ്പിച്ചു. അദ്ദേഹം കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റാൻ ഉത്തരവിട്ടു. ചെങ്ങമനാട് തഹസിൽദാരുടെ നേതൃത്വത്തിൽ ബിനാനിപുരത്തെ ആ പുറമ്പോക്കിൽ കുഴിച്ചിട്ട മൃതദേഹം വീണ്ടും പുറത്തെടുത്ത് പരിശോധന നടത്തി. കോട്ടയത്തെ പോലീസ് സർജൻ ഡോക്ടർ ജോർജ് പോളും ഡോക്ടർ ഉമാദത്തനും കൂടി മൃതദേഹം പരിശോധിച്ചു. എന്നാൽ മൃതദേഹത്തിൽ തല കാണാനില്ലായിരുന്നു. കുഴിയാകെ പരിശോധിച്ചെങ്കിലും തല കണ്ടെത്താനായില്ല. അപ്പോഴേക്കും ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന നാട്ടുകാരനായ ഒരാൾ ഡോക്ടർമാരുടെ അടുത്തെത്തി. ഡോക്ടർ സതീഷ് ബാബു ആദ്യം പോസ്റ്റ്മോർട്ടം നടത്തുമ്പോഴും ഈ നാട്ടുകാരൻ അടുത്തുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഡോക്ടർ സതീഷ് ബാബു മൃതദേഹത്തിൽ നിന്ന് തലയോട് എടുത്തുകൊണ്ടുപോയി എന്നാണ് അയാൾ പറഞ്ഞത്. ഡോക്ടർ ഉമാദത്തൻ ഡോക്ടർ സതീഷ് ബാബുവിനെ വിളിച്ചന്വേഷിച്ചു. തലയോട് കൂടുതൽ പരിശോധനകൾക്കായി അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. 2ാമത് പുറത്തെടുത്തപ്പോഴേക്കും മൃതദേഹം വല്ലാതെ ചീഞ്ഞളിഞ്ഞിരുന്നു. അസ്ഥികൾ പുറത്തേക്ക് തെളിഞ്ഞു കാണാമായിരുന്നു. ആ അസ്ഥികളുടെ വളർച്ചയിൽ നിന്ന് മരിച്ച പെൺകുട്ടിയുടെ പ്രായം 18നും 20നും ഇടയിലാണെന്ന് ഡോക്ടർമാർ ഉറപ്പിച്ചു. കൈകാലുകളുടെ അസ്ഥികളുടെ നീളത്തിൽ നിന്ന് പെൺകുട്ടിക്ക് ഉദ്ദേശം 5 അടി ഉയരമുണ്ടെന്നും കണ്ടെത്തി. മരണകാരണം തലക്കേറ്റ ക്ഷതം തന്നെയാണ്. സൂപ്പർ ഇമ്പോസിഷന് വേണ്ടി മൃതദേഹത്തിൽ നിന്ന് താടിയെല്ലും മുടിയും ഡോക്ടർമാർ എടുത്തു. മകളുടെ ചിരിക്കുന്ന ഫോട്ടോയാണ് DYSP ഗോകുലിന് മിനിയുടെ അമ്മ കൊടുത്തത്. അവളുടെ മേൽവരിയിലെ 2 ഉളിപ്പല്ലുകളും വലുതായിരുന്നു. ഫോട്ടോയിൽ ആ ഉളിപ്പല്ലുകൾ വ്യക്തമായി കാണാമായിരുന്നു. ആ പല്ലുകളുടെ വലിപ്പം കണക്കാക്കി മിനിയുടെ മുഖത്തിൻ്റെ യഥാർത്ഥ വലിപ്പത്തിലുള്ള എൻലാർജ്മെൻ്റ് ഉണ്ടാക്കി. അതിനുശേഷം തലയോടിനെ ഒരു സ്റ്റാൻഡിൽ ഉറപ്പിച്ചിട്ട് അതിൻ്റെ ചിത്രമെടുത്തു. ആ ചിത്രവും യഥാർത്ഥ വലിപ്പത്തിൽ എൻലാർജ് ചെയ്തു. അതോടെ മിനിയുടെ മുഖത്തിൻ്റെ എൻലാർജ് ചെയ്ത ചിത്രവും തലയോടിൻ്റെ ചിത്രവും ഒന്നാണെന്ന് ഉറപ്പായി.
മൃതദേഹത്തിന്റെ താടിയെല്ല് പരിശോധിച്ചപ്പോൾ താഴത്തെ വരിയിൽ ഇടതുവശത്തെ അണപ്പല്ല് നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. ഒരുപക്ഷെ കേടായ പല്ല് നീക്കം ചെയ്തതായിരിക്കാം. പല്ല് നഷ്ടപ്പെട്ട ഭാഗത്തെ എല്ലിലെ കുഴി മുഴുവനും നന്നായി നികന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആ പല്ല് നീക്കം ചെയ്തിട്ട് 1 വർഷമെങ്കിലും ആയിരിക്കണം. പോലീസ് മിനിയുടെ അമ്മയോട് ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചു. 1 വർഷം മുൻപ് മിനിക്ക് അസഹ്യമായ പല്ലുവേദനയുണ്ടായെന്നും അത് നീക്കം ചെയ്യാൻ ആലുവ ജനറൽ ആശുപത്രിയിൽ പോയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. പോലീസ് ആലുവ ജനറൽ ആശുപത്രിയിലെ ദന്ത വിഭാഗത്തിലെത്തി. അവിടുത്തെ രജിസ്റ്ററിൽ രോഗികളുടെ പേരും വിലാസവും എടുത്ത പല്ലിനെക്കുറിച്ചുള്ള വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ മിനിയുടെ പേരുമുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് പല്ലെടുക്കണമെങ്കിൽ 2 രൂപയോ റേഷൻ കാർഡോ നൽകണം. മിനി നൽകിയത് റേഷൻ കാർഡായിരുന്നു. ആ റേഷൻ കാർഡിൻ്റെ നമ്പറും ആശുപത്രി രജിസ്റ്ററിലുണ്ടായിരുന്നു. കൊല്ലപ്പെട്ടത് മിനിയാണെന്ന് ഉറപ്പിക്കാവുന്ന ഒരു തെളിവ് കൂടിയായി അത്. ഡോക്ടർ ഉമാദത്തനും ഫോറൻസിക് സയൻറ്റിസ്റ്റ് ഡോക്ടർ മുരളീകൃഷ്ണയും കൂടി വീണ്ടും മിനിയുടെ വീട്ടിലെത്തി. അവൾ ഉപയോഗിച്ചിരുന്ന ചീപ്പിൽ നിന്ന് തലമുടി ശേഖരിച്ചു. ചീപ്പിൽ നിന്ന് കിട്ടിയ മുടിയും മൃതദേഹത്തിൽ നിന്ന് കിട്ടിയ മുടിയും ഒന്നു തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. അതോടെ മരിച്ചത് മിനി തന്നെയാണെന്ന് ഉറപ്പായി. പക്ഷേ മകൾ മരിച്ചിട്ടില്ല എന്നാണ് മിനിയുടെ അമ്മ അപ്പോഴും വിശ്വസിച്ചിരുന്നത്. പിന്നീട് ക്രൈംബ്രാഞ്ചിൻ്റെ പല സംഘങ്ങളും മിനി കൊലക്കേസിൻ്റെ അന്വേഷണം നടത്തി. എന്നാൽ കൊലയാളിയെ മാത്രം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷവും ക്രൈംബ്രാഞ്ച് ഈ കേസ് പുനരന്വേഷിച്ചു. പക്ഷേ കുറ്റവാളിയെ കണ്ടെത്താനായില്ല. കേരള പോലീസിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ കുറ്റവാളിയെ പിടികൂടാൻ കഴിയാതിരുന്ന കേസുകളുടെ പട്ടികയിൽ മിനി കൊലക്കേസും ഇടം പിടിച്ചു. കൊലയാളി ഇപ്പോഴും കാണാമറയത്താം.